ശിവരാത്രി ആ സമയത്തൊക്കെ ആ ദിവസങ്ങളിലൊക്കെ സംഭവം ശരിക്കും നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രമില്ലേ അതിൻ്റെ ഒരു ശിവൻ്റെ വേർഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം വെച്ചാൽ ഒരു വലിയ വാതിലിനകത്ത് ഒരു വലിയ ശിവലിംഗം, ഭയങ്കര ഹ്യൂജ് സംഭവം, ബാക്കിലൊരു മലയുടെ ഒരു ഇതുമായിട്ട് അടിപൊളി, ഭയങ്കര രസമാണ്. പിന്നെ എനിക്ക് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഒരു സംഭവം എനിക്ക് അവിടുത്തെ ഹായ് ഗായ്സ്. അപ്പോൾ നമ്മൾ എവിടെ പോയെന്ന് ചോദിച്ചാൽ சொல்லு சரி நீயே சொல்லு. நம்ம இன்னைக்கு எங்க போறோம்? நான் മലയാളത്തിൽ பேசுறேன். ഇപ്പൊ എല്ലാം മാറി ഫുള്ള് കൊളായിരിക്കാണ്. ഞാൻ തമിഴിലും ശ്വേത മലയാളത്തിലുമാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്, നമ്മളിപ്പോ ഉള്ളത് സേലത്താണ്, ശ്വേതയുടെ വീട്ടിലാണുള്ളത്. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് എങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ അടുത്ത് 1008 ശിവന്റെ പ്രതിഷ്ഠകളുള്ള ഒരു അമ്പലമുണ്ട്. ഒരു ഫേമസ് അമ്പലമാണ്, ഒരു കുന്നിന്റെ മുകളിലുള്ള ഒരു അമ്പലമാണ്, ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. 1008 ശിവന്റെ പ്രതിഷ്ഠകളുള്ളത്. അപ്പൊ അത് ഭയങ്കര കാണാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് നമ്മൾ ഇന്ന് രാവിലെ ഇപ്പോൾ സമയം 8:30 6:00 ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നത്. എപ്പോഴത്തെ പോലെ ഇന്നും ലേറ്റായി. ആര് ലേറ്റായെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും, പക്ഷെ അല്ല കേട്ടോ. എന്തൊന്നും പറയാത്ത ഇല്ല, ശരിക്കും ഞാനും എല്ലാവരും എണീക്കാൻ കുറച്ച് ലേറ്റായി. 6:30 ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിച്ചാണ്. പക്ഷെ എണീറ്റപ്പോൾ തന്നെ 7 മണി കഴിഞ്ഞു. ഇപ്പം നമ്മളൊരു 8:30 ആയപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇവിടെ നിന്ന് 15-16 കിലോമീറ്ററാണുള്ളത്. ഒരു ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഈ അമ്പലം വരുന്നതെന്നാണ് ഞാൻ മാപ്പ് നോക്കിയപ്പോൾ മനസ്സിലായത്. ശരിക്കും ഒരു കുന്നിൽ ചെറിയൊരു എലിവേഷനിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് തിരുപ്പതിയിലൊക്കെ പോകുന്ന പോലെ ഇങ്ങനെ കുറച്ച് ചെറിയൊരു ഹെയർ പിൻ പോലെ ഇങ്ങനെ കയറി പോകാനുള്ള സംഭവമാണ്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇപ്പം ഹെയർ പിൻ മാറി ഇരിക്കും. അതുക്ക് ഹൈവേയില ഇருந்து கொஞ்சமா இப்படி ஒரு ஹைட்ல தான் இருக்கு. എല്ലാം ഓട്ടണമല്ല. ശ്വേതയ്ക്ക് ഇത് ഈ വണ്ടി ഓടിച്ച് അങ്ങനെ പരിചയമില്ല. അതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ കൊടുത്തേക്കാണ് ഓടിക്കാനായിട്ട്. ഓടിക്കൂ. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. സംഭവം ഇവിടുന്ന് 15 കിലോമീറ്ററാണ് ഉള്ളത്, അത്രേ ഉള്ളൂ. അപ്പോ ബാക്കി അവിടെ ചെന്നു. സോ വൺസ് അഗെയിൻ വെൽക്കം ടു എ ന്യൂ വ്ലോഗ്. ഓടിച്ച് പഠിക്കുന്നേ ഉള്ളൂ ശ്വേത. വണ്ടി ഓടിക്കുമ്പോ കുറച്ച് സീരിയസ് ആണ്. ചിരിച്ചിട്ടൊക്കെ വണ്ടി ഓടിച്ചൂടെ? പേടിയാവും. അതായത് ശ്വേത ഇങ്ങനെ ഇച്ചിരി സീരിയസ് ആയിട്ട് ഇച്ചിരി ശ്രദ്ധിച്ച് ഓടിക്കുന്നത് മാനുവൽ ഇപ്പോഴാണ് ഓടിച്ചു തുടങ്ങിയത്. ഭയങ്കര ഓട്ടോമാറ്റിക്കിൻ്റെ ആളാണ്. ഞാൻ എപ്പോഴും കളിയാക്കുന്നത് വെച്ചാൽ ഓട്ടോമാറ്റിക് ഓടിക്കുന്ന ആൾക്കാർ ശരിക്കും ഓടിക്കാൻ അറിഞ്ഞൂടാത്തവരായിരിക്കും എന്ന് എപ്പോഴും കളിയാക്കും. അതല്ല, അതുകൊണ്ട് ഇപ്പം മാനുവൽ ഇപ്പോഴാണ് ഓടിച്ച് ശീലിച്ചത്. അതുകൊണ്ട് ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഓടിക്കുന്നത് അല്ലേ? ഫുൾ കോൺസെൻട്രേഷൻ. നമ്മളിപ്പോൾ കോയമ്പത്തൂർ റൂട്ട് കയറിയിരിക്കുകയാണ്. കോയമ്പത്തൂർ റൂട്ട് തന്നെ ഇത്. ഓക്കെ, കോയമ്പത്തൂർ റൂട്ട്, അതായത് സേലത്ത് നിന്ന് കോയമ്പത്തൂർ റൂട്ടിലാണ് ഈ അമ്പലം. ഈ റോഡ് അടിപൊളിയാണ് കേട്ടോ. ഇത് ശരിക്കും ഈ ബൈക്കേഴ്സിന് ഒക്കെ അവരൊക്കെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ റൈഡും പരിപാടികളും സ്റ്റണ്ട് ചെയ്യാറുണ്ടെങ്കിൽ ഈ ബൈക്ക് റൈഡേഴ്സിനൊക്കെ അടിപൊളി, ഈ നല്ല സ്പീഡ് കയറ്റാൻ പറ്റിയ ഒരു റോഡാണെന്നാണ് പറയുന്നത്. ഇവിടെ എപ്പോഴും ഇങ്ങനെ ബൈക്ക് റൈഡേഴ്സ് അതേപോലെ ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടെ റൈഡ് ചെയ്യാറുണ്ട്. നല്ല ഭയങ്കര സ്ട്രെയിറ്റ് ഒരു സ്ട്രെച്ചാണ്. പിന്നെ നല്ലൊരു കേവ് ഉണ്ട്. അതായത് ഭയങ്കര ഡേഞ്ചറസ് അല്ലാത്ത നല്ല അടിപൊളി ഒരു കേവ് ഒക്കെ ഉണ്ട് ബാക്കിൽ. അത് കഴിഞ്ഞിട്ട് നേരെ ഒരു സ്ട്രെച്ചും ഉണ്ട്. അപ്പോൾ ഈ റൈഡേഴ്സിനൊക്കെ പറ്റിയ ഒരു റോഡാണിത്. സേലം കോയമ്പത്തൂർ റോഡ്. ഇതേപോലെ റോഡ് ഹുസൂർ പുതിയൊരു ഹൈവേ അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇത് ഫുള്ള് ഇടയ്ക്കിടയ്ക്ക് പണി നടക്കുന്നേ ഉള്ളൂ. അതും ഉഗ്രൻ റോഡ്. അതായത് ഞാൻ നമുക്ക് കൃഷ്ണഗിരി വഴിയും പോവാമല്ലോ. ഞാൻ രണ്ട് തവണ എന്തോ ഈ ഹുസൂർ റൂട്ട് പിടിച്ചായിരുന്നു. അടിപൊളി റോഡ്. അതായത് നമുക്ക് അപ്പോൾ ഭയങ്കര നല്ല സ്ട്രെയിറ്റ് സ്ട്രെച്ച് കിട്ടും. ഒരു കേവോ ഒരു ഇതും ഇല്ലാത്ത സ്ട്രെയിറ്റ് സ്ട്രെച്ച് കിട്ടും. അപ്പോൾ വണ്ടിയൊക്കെ ഓടിക്കുന്നവർക്ക് ഭയങ്കര സൂപ്പറായിട്ട് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്. ഇതും അതേപോലെ തന്നെ നല്ലൊരു റോഡാണ്. സ്ട്രെച്ച്, നല്ല സ്ട്രെച്ച്. പക്ഷേ അത് ഭയങ്കര ബിസി ഡ്രൈവിങ്, സീരിയസ് ഡ്രൈവറാണ് കേട്ടോ. அதுதான் நான் வரணும் எடுக்கலாம், ஜாலியாக நான் பேசுவேன்னு சொன்னேன்.
അല്ല ഇതും പഠിക്കണമല്ലോ. വെർണ ഓട്ടോമാറ്റിക് ആണ്. അത് ഓടിക്കാനാണ് കൂടുതൽ താല്പര്യം. அதுல என்ன ஒண்ணுமே இல்ல, கியர் போடணும்னு டென்ஷன் இல்ல, வண்டி ஆஃப் ஆயிடுமான்னு டென்ஷன் இல்ல. ഓട്ടോമാറ്റിക് ആക്ച്വലി ഓട്ടി പഴകക്കൂടാது. അത് ഓട്ടിട്ട് നമ്മ ടക്കുന്ന് മാനുവൽ It's okay. I'm not a car enthusiast. I wanted comfortable driving of no hustle and everything. I want to comfortably drive. ശരിയാ. പക്ഷെ എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് ഓട്ടോമാറ്റിക് അങ്ങോട്ട് ഓടിച്ച് അതൊരു ഒരു വണ്ടി ഓടിക്കുന്ന ഒരു സുഖം കിട്ടില്ല. ഗിയർ ഷിഫ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആ ഒരു സുഖം കിട്ടാറില്ല. വണ്ടി ഓടിച്ച് നമ്മളിങ്ങനെ പോകുമ്പോഴേ വണ്ടി ഓടിക്കുന്ന പോലെ തോന്നുന്നില്ല. ചുമ്മാ ഈസി ആയിട്ട് ചുമ്മാ ചവിട്ടി വിടാന്നുള്ളൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടിപൊളി സ്ട്രെച്ച് കേട്ടോ, സ്ട്രെയിറ്റ്. ரைட் சைடுல இருக்கிறதுனா விநாயகா மிஷன், ரொம்ப ஃபேமஸ் ஆன യൂണിവേഴ്സിറ്റി. ഇതാണ് ഇവരുടെയാണ് ശരിക്കും അമ്പലം. ഇവരാണ് അത് പണിയെടുപ്പിച്ചത്. ഇതാണ് വിനായക മിഷൻ കേട്ടോ. ഇവരാണ് ശരിക്കും അമ്പലം പണി കഴിപ്പിച്ചത് ശരിക്കും കണ്ടോ. ഇതാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്. ഇവിടെ നമ്മൾ പാർക്കിംഗ് ഉള്ളൊരു ഏരിയ ഉണ്ട്. ഇപ്പോൾ അകത്തോട്ട് പോവാണ്. എനിക്ക് ഇതിൻ്റെ മുകളിലാണ്, അവിടെയാണ് ശരിക്കും അതിൻ്റെ എൻഡെന്ന് തോന്നുന്നു. അവിടെ സ്റ്റെയറൊക്കെ ഉണ്ട്. നല്ല ചൂടുണ്ട്, വെയിലുണ്ട്. കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ വെയിലില്ലാതെ പോകാമായിരുന്നു. (2010) ഈ വിനായക മിഷൻ എന്ന് പറഞ്ഞ ആൾക്കാരാണിത് പണി കഴിപ്പിച്ചത്. 1008 ശിവന്റെ പ്രതിഷ്ഠകളാണുള്ളത് ഇവിടെ. 1008. ഓരോ ശിവന്റെ പ്രതിഷ്ഠയിലും ശിവന്റെ ഓരോ പേരുകളാണ് അവർ എഴുതി വച്ചേക്കുന്നത്. സഹസ്രനാമത്തിലുള്ള 1008 പേരുകളാണ് ഓരോ പ്രതിഷ്ഠയിലും ഇവർ ഇൻസ്ക്രൈബ് ചെയ്ത് വച്ചേക്കുന്നത്. ശിവന് പുറമെ ഇവിടെ ഗണപതി, മുരുകർ, പിന്നെ ഏതോ ദേവി, രാമൻ, അങ്ങനെ 2-3 പ്രതിഷ്ഠകളും വേറെ പ്രതിഷ്ഠകളുണ്ട് ഇവിടെ. മെയിൻ ആയിട്ട് ശിവൻ്റെ അമ്പലമാണ്. മുകളിലൊരു വലിയ ശിവലിംഗം ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിനെ ചുറ്റിയാണ് ഇത്രയും ഈ 1008 ശിവലിംഗവും ഇവർ. ഇതുവഴിയാണ് നമ്മൾ കയറി വന്നത്. ഈ കയറ്റം ഉണ്ടോ? അത് എവിടുത്താണോ? ശരിക്കും ഇവിടെ 1007 പ്രതിഷ്ഠകളാണുള്ളത്. ചെറിയ പ്രതിഷ്ഠകളാണുള്ളത്. ഈ ശിവൻ്റെ ചെറിയ പ്രതിഷ്ഠകളും ഒരു വലിയ 1008 ഒരു വലിയ പ്രതിഷ്ഠയാണ്. 17 അടി പൊക്കമുള്ള ഒരു ശിവലിംഗം എന്നാണ് പറയുന്നത്. അത് ഏറ്റവും മുകളിലായിരിക്കും. അതിനെ ചുറ്റിയാണ് ഈ ഇത്രയും 1008 പ്രതിഷ്ഠകൾ വരുന്നത്. ചെറുത്. പോകുന്ന വഴിക്കെല്ലാം ഇതേപോലെ ലാൻഡിങ്സ് ഉണ്ട്. കുറച്ച് കയറ്റം, പിന്നെ ഒരു ഇതേപോലത്തുള്ള ലാൻഡിങ്. ഇവിടെ ഒരു മെയിൻ പ്രതിഷ്ഠ കാണും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മല കയറണം. ഓക്കെ, ഇതാണ് കേട്ടോ മെയിൻ പ്രതിഷ്ഠ. ഇവിടെയാണ്. ഇതാണ് മെയിൻ പ്രതിഷ്ഠ കേട്ടോ. ആ 17 ഫീറ്റ് ഇവിടെയാണ്. 17 ഫീറ്റ് ശിവന്റെ പ്രതിഷ്ഠ ഉള്ളതാണ്. നമ്മൾ മെയിൻ പ്രതിഷ്ഠയുടെ അങ്ങോട്ട് പോയ കേട്ടോ. അടിപൊളിയായിരുന്നേ സംഭവം. ശരിക്കും നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രമില്ലേ, അതിൻ്റെ ഒരു ശിവൻ്റെ വേർഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം വെച്ചാൽ ഒരു വലിയ വാതിലിനകത്ത് ഒരു വലിയ ശിവലിംഗം, എനിക്ക് 17 അടി ഹൈറ്റുള്ള ശിവലിംഗമാണ് പറയുന്നത്. ഒരു ഭയങ്കര ഹ്യൂജ് സംഭവം. അതിൻ്റെ ബാക്കിൽ ഒരു മലയുടെ ഒരു ഇതുമായിട്ട് അടിപൊളി, ഭയങ്കര രസമായിരുന്നു. പിന്നെ എനിക്ക് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഒരു സംഭവം, എനിക്ക് അവിടുത്തെ പോറ്റിയെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം പുള്ളി, നമ്മളെല്ലാവരും ക്യൂവിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏതൊരു VIP ഏതോ എനിക്ക് തോന്നുന്നു വെള്ളം വെള്ളിട്ട് ഒരാൾ വന്നിട്ട് ലൈൻ തെറ്റിച്ച് വരാൻ സമയത്ത് അയാൾ ഭയങ്കര ചൂടായി. കാരണം അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ VIP ആണെങ്കിലും സാധാരണക്കാരാണെങ്കിലും ലൈനിൽ വരണം, ലൈനിൽ നിന്നാണ് തൊഴാനുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ടൊരു ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇമ്പ്രസ്ഡ് ആയത്. കൊള്ളാം. പിന്നെ അകത്ത് ആൾക്കാർ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളകത്ത് ഈ പ്രതിഷ്ഠ ഉള്ള സ്ഥലത്ത് വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ, അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എടുക്കാത്തത്. പോകുന്ന വഴിയിലൊക്കെ എടുക്കുന്ന പോലെയല്ല, നമ്മൾ ഒരു പ്രതിഷ്ഠയുടെ വീഡിയോ ഒക്കെ എടുക്കുന്നത് ശരിയല്ല. പക്ഷേ അടിപൊളിയാണ് കേട്ടോ. നല്ല ഒരു വലിയ ഹ്യൂജ്
ഒരു ശിവലിംഗം നല്ലതാണ്. നമ്മുടെ സെയിം പത്മനാഭസ്വാമി ക്ഷേത്രമുള്ള പോലത്തെ നല്ല രസമായിരുന്നു. കൊള്ളാം. അത്യാവശ്യം നല്ല കയറ്റമുണ്ട് കേട്ടോ. കുറച്ചുകൂടി നേരത്തെ വരുന്നതാണ് നല്ലത്. വെയിലത്ത് ചുമ്മാ അവിടെ കയറണ്ടല്ലോ. അത്യാവശ്യം പടിയുണ്ട് കയറാൻ. ഇനിയിപ്പോൾ ഒരു സൺഡേ ആയിട്ടും വലിയ തിരക്കൊന്നും ഇവിടെ കാണാനില്ല. പക്ഷെ അത്യാവശ്യം നല്ല തിരക്കാണ്. ഗൂഗിളിലൊക്കെ കണ്ടതെന്ന് വെച്ചാൽ വീക്കെൻഡൊക്കെ നല്ല തിരക്കാണ്. പക്ഷെ അത്ര തിരക്കില്ല. പക്ഷെ ടൂറിസ്റ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. ടാക്സിയിലൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഹയസ്റ്റ് പൊസിഷൻ. 1008. ഇത് മെയിൻ പ്രതിഷ്ഠ ഇവിടെ. അതിന് ചുറ്റിനും ഫുള്ള് പറഞ്ഞ പോലെ ശിവലിംഗങ്ങൾ. എനിക്കൊന്ന് പ്രധാനപ്പെട്ട ശിവരാത്രി ആ സമയത്തൊക്കെ ആ ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ഇവിടെ ഫുള്ള് തിരക്ക് വരുന്നത്. നമുക്കിങ്ങനെ ഈ തമിഴ്നാട്ടിലൊക്കെ ഉള്ള, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള തമിഴ്നാട്ടിലൊക്കെ ഉള്ള മിക്ക അമ്പലങ്ങളും നമുക്കിപ്പോൾ അല്ലാത്ത ദിവസങ്ങളിൽ പോകുമ്പോൾ കുട്ടി കുട്ടി അമ്പലങ്ങളായിട്ട് തോന്നും. അധികം തിരക്കൊന്നും ഇല്ലാതെ വരുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു തിരുവിഴ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഫെസ്റ്റിവൽ വരുമ്പോഴാണ് ഇവിടുത്തെ മെയിൻ ആൾക്കാരുടെ ആ ഒരു എനർജിയും ആ ഒരു വൈബും കാണാൻ പറ്റുന്നത്. ശരിക്കും ഇവിടെ ഒരു ഗണപതിയുടെ ഒരു ചെറിയൊരു പ്രതിഷ്ഠയുണ്ട്. ചുറ്റിനും കേട്ടോ നല്ല വ്യൂ. ഇതിൻ്റെ പുറകിൽ ഫുള്ള് പാടം, പിന്നെ അത് കഴിഞ്ഞിട്ടൊരു മല. ശരിക്കും എനിക്ക് തോന്നി എന്താ അറിയോ, ഒരു ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഭയങ്കര തിരക്കൊന്നുമില്ലാതെ നല്ല പീസ്ഫുള്ളായിട്ട്, വെയിലും കാണത്തില്ല, നല്ല രസമായിരിക്കും. അങ്ങനെ അമ്പല ദർശനം കഴിഞ്ഞിട്ട് നമ്മൾ പടിയിറങ്ങാണ് ഗൈസ്. കൊള്ളാം കേട്ടോ, ഒരു ഡിഫറെൻറ്റ്. ശരി. എനിക്ക് അധികം വീഡിയോ ഞാൻ അതിനകത്ത് എടുക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന വഴിക്ക് അവിടെ അവിടെ ഇട്ടാണ് കുറച്ചൊക്കെ എടുത്തേക്കുന്നത്. ഇവിടെ ക്യാമറ അലൗഡ് അല്ല എന്നുള്ളൊരു ബോർഡ് കണ്ടു. അതുകൊണ്ട് ആണ് ഞാൻ അധികം വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഫോണിൽ കുറച്ച് വീഡിയോസാണ് എടുത്തേക്കുന്നത്. നൈസ് വ്യൂ. നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങുമ്പോൾ അടിപൊളി ഒരു വ്യൂ കേട്ടോ. ഇതുണ്ടോ എന്നോട് ചൊല്ല് ശ്വേത. എന്തോ കുറച്ച് നേരം ഇരിക്കണോ? ഇവിടെ കുറച്ചു നേരം ഇരിക്കാം എന്നാണ് ഉദ്ദേശിച്ചത്. പാവം മലയാളത്തിൽ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ കുറച്ചു നേരം ഇരിക്കാമെന്ന്. പക്ഷെ ഇവിടെ നമ്മളിവിടെ കുറച്ചു നേരം ഇത്ര നേരം ഇരിക്കുവായിരുന്നു, അതാണ് ഉദ്ദേശിച്ചത്. നമ്മൾ ഇത്രയും നേരം ഇവിടെ ഇരുന്നു. അപ്പടി சொல்லணும். ഇത്ര നേരം ഇവിടെ ഇരുന്നു. നല്ല കാറ്റായിരുന്നു. ഓക്കെ. പീസ്ഫുൾ ആയിരുന്നു. ഓക്കെ. ഇപ്പൊ സമയമായി. എതുക്ക്? വീട്ടിൽ പോവാൻ സമയമായിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഈവനിങ് ടൈമിലൊക്കെ വന്ന അത്യാവശ്യം തണലുണ്ട് ഈ പോകുന്ന വഴിയിൽ. എല്ലായിടത്തും ഇല്ല, ചില സ്ഥലത്തൊക്കെ. ഇവിടെയൊക്കെ ഇരുന്ന് നമുക്ക് വ്യൂ ഒക്കെ ആസ്വദിക്കാം. വ്യൂ കാണിച്ചു തരാവേ. ഇതുണ്ടോ ഫുള്ള് തെന്നമരം എന്നത്. തെന്നമരം എന്നാ തമിഴില് സോറി തമിഴില് തെന്നമരം എന്നാ മലയാളത്തില് തെങ്ങാണ്. എനിക്ക് എന്താണ് മനസ്സിലായത്, തെന്നമരം. നമ്മളിവിടെ തേങ്ങാമരം എന്നൊക്കെ ആൾക്കാർ തെറ്റിച്ച് പറയൂലേ, അതേപോലെ തെങ്ങിനാണ് ഇവർ തെന്നമരം എന്ന് പറയുന്നത്. കൊള്ളാം, പുതിയൊരു കണ്ടുപിടുത്തമായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് തിരിച്ചു പോവാണ്. ഈ ശിവൻകോവിൽ ശരിക്കും ഉള്ള ലൊക്കേറ്റ് ചെയ്തിരിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയന്നൂർ എന്ന സ്ഥലമാണ്. വിനായക മിഷൻ കോളേജിന് തൊട്ടടുത്താണ്, ഹൈവേയിൽ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഇറങ്ങിയ സമയത്ത് ഒരുപാട് ഭയങ്കര തിരക്ക്. എനിക്കൊന്നും 10 മണിയൊക്കെ ആയപ്പോഴാണ് തിരക്ക് വരുന്നത്. ഒരുപാട് ഭയങ്കര ഗ്രൂപ്പായിട്ടൊക്കെ ആൾക്കാർ വരുന്നുണ്ട്.
അപ്പോൾ എന്തായാലും ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടാണ് കേട്ടോ. ശരിക്കും നമുക്ക് വന്ന് കാണാവുന്ന ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു അമ്പലമാണിത്. എനിക്ക് തോന്നുന്നു അകത്ത് ഈ ക്യാമറ ഇതൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ടായിരിക്കണം ഭയങ്കര ഒരു പബ്ലിസിറ്റി ഒന്നും ഞാനിതിനെ കണ്ടില്ല. പിന്നെ ഇവിടെ സേലത്ത് തന്നെ അടുത്തുള്ള ഒരു സ്ഥലം ഇത്രയും 1008 ശിവലിംഗം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അധികം കാണാത്തൊരു സംഭവമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വന്ന് കാണാൻ വിചാരിച്ചത്. ഇത് അധികം ഒരുപാട് വ്ളോഗ്സിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ. മേ ബി ഇതിനകത്ത് ക്യാമറ ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ടായിരിക്കും. എന്നാലും ഞാൻ മെയിൻ പ്രതിഷ്ഠയൊന്നും എടുത്തിട്ടില്ല. പോകുന്ന വഴിയൊക്കെയാണ് അത്യാവശ്യം കവർ ചെയ്തേക്കുന്നത് ഈ വ്ളോഗിൽ. അപ്പോൾ എല്ലാവരും വീണ്ടും തുടർന്നുള്ള വ്ളോഗുകൾ കാണുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. സോ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്ളോഗുകളായിട്ട് വീണ്ടും കാണാം. സോ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ബൈ ബൈ. സോ ബൈ സൊല്ലേ ഇല്ല, ഗുഡ് ബൈ എല്ലാം ബൈ ബൈ സൊല്ലേ. ബൈ ടാറ്റ ബൈ ബൈ.